എന്തുകൊണ്ട് ഇന്ത്യ തോറ്റു? ലളിതമായി പറഞ്ഞാൽ തോൽക്കില്ലെന്ന ഇന്ത്യയുടെ അഹങ്കാരത്തിന് സൗത്ത് ആഫ്രിക്ക നൽകിയ ഒരു ചെറിയ കൊട്ട്. അതായിരുന്നു സൂപ്പർ 8 ആദ്യ മത്സരത്തിലെ ഇന്ത്യയുടെ 76 റൺസിന്റെ കൂറ്റൻ തോൽവി. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ എക്സ്പോസ്ഡ് ആവുന്നതിന്റെ പരമാവധി ദൗർബല്യങ്ങൾ പുറത്തായിട്ടും പ്രതിവിധികൾ നോക്കാതെ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റില്ലെന്ന നിലപാടിലായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ടീം മാനേജ്മെന്റും. 3 മത്സരങ്ങളിൽ ഡക്കായ അഭിഷേക് ശർമ്മക്കും മെല്ലെ പോക്ക് കളിക്കുന്ന തിലക് വർമ്മക്കും പകരം മലയാളി താരം സഞ്ജു സാംസണെ ഇറക്കുമോ എന്ന കളിക്ക് മുൻപുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പരിഹാസം നിറഞ്ഞ സൂര്യയുടെ ഉത്തരത്തിലുണ്ടായിരുന്നു എല്ലാം. ടോപ്പ് ഓർഡറിൽ 3 ലെഫ്റ്റ് ബാറ്റർമാർ ഒരുമിച്ചിറങ്ങുന്നതിന്റെ പ്രശ്നം ഗ്രൂപ്പിലെ ആദ്യ മത്സരം മുതൽ വെളിവായതാണ്. അസോസിയേറ്റ് രാജ്യങ്ങൾ വരെ ഓഫ് സ്പിൻ തന്ത്രവുമായി ഇതിനെ നേരിട്ടപ്പോൾ ഇന്ത്യക്ക് എല്ലാ മത്സരങ്ങളിലും ഒരു ഓപ്പണറെ 0 നഷ്ടമായി. 3 മത്സരങ്ങളിൽ അത് അഭിഷേക് ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് ഇഷാൻ കിഷനായി. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഇന്ത്യ നേരിട്ട ഓഫ് സ്പിൻ ഓവർ കണക്ക് നോക്കുകയാണെങ്കിൽ 17 ഓവറിൽ വീണത് 6 റൺ റേറ്റിനും താഴെ 10 വിക്കറ്റാണ്. ഇന്ത്യയുടെ ലെഫ്റ്റുകളുടെ ഈ വീക്ക് പോയിന്റ് പിടിച്ചു തന്നെയാണ് സൗത്ത് ആഫ്രിക്ക ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രം ഓപ്പണിംഗ് ഓവർ തന്നെ എറിയാനെത്തിയത്. എന്നാൽ ആ കെണി അഭിഷേകിനുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് തനിക്ക് ഓഫ് സ്പിൻ ഫിയർ ഇല്ലെന്ന് തെളിയിക്കാൻ മട്ടിൽ ബാറ്റ് വീശിയാണ് ഇഷാൻ 0 പുറത്താകുന്നത്. ഫലത്തിൽ തൊട്ടു പിന്നാലെ അഭിഷേകും മടങ്ങി. ഈ ലോകകപ്പിൽ 1-ാം വിക്കറ്റിൽ ഒരു ഇരട്ട അക്ക പാർട്ട്ണർഷിപ്പ് കണ്ട മത്സരം സഞ്ജുവും ഇഷാനും ഓപ്പൺ ചെയ്ത നമീബിയക്കെതിരായ മത്സരമായി അവശേഷിച്ചു. അഭിഷേക് മടങ്ങിയപ്പോഴും ഇഷാൻ എരിഞ്ഞു കത്തുന്നത് കൊണ്ടാണ് ടോപ്പ് ഓർഡറിലെ വിള്ളൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയത്. എന്നാൽ ഇരുവരും ഒരുമിച്ച് വീണാൽ പിന്നീട് വരുന്നവർക്ക് അത് നികത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യ പതിക്കാൻ പോകുന്ന ആഴം വലുതായിരിക്കുമെന്ന് കളി കാണുന്ന ആർക്കും മനസ്സിലാകുന്ന ഒന്നാണ്. മെല്ലെ പോക്കിൽ കഴിഞ്ഞ 4 കളിയിലും വിമർശനം കേട്ട തിലക് ഇത്തവണ 1 റൺസിൽ മടങ്ങിയപ്പോൾ ശേഷം വന്ന സൂര്യ, സുന്ദർ, ഹർദിക്, റിങ്കു തുടങ്ങി ശിവം ദ്യൂബ് അല്ലാത്തവരെല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീണപ്പോൾ ഇതിലും വലുത് വരാനിരുന്നതായിരുന്നു എന്ന് കരുതി ആശ്വസിക്കുക എന്നതല്ലാതെ എന്ത് ചെയ്യാൻ? ഏകദിനത്തിൽ 5 ഇന്നിംഗ്സിൽ നിന്നായി 238 റൺസും 119 ആവറേജും 99.16 സ്ട്രൈക്ക് റേറ്റും. 2020-ൽ 5 ഇന്നിംഗ്സിൽ നിന്നായി 253 റൺസും 63.25 ആവറേജും 190.22 സ്ട്രൈക്ക് റേറ്റും. ഏകദിനത്തിൽ 1 സെഞ്ചുറി, T20-ൽ 2 സെഞ്ചുറി, ആകെ വെറും 10 ഇന്നിംഗ്സിൽ 3 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയും. എന്തിനേറെ പറയുന്നു, സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസാന അവസരവും സൗത്ത് ആഫ്രിക്കക്കെതിരെ ആയിരുന്നു. അന്ന് 22 പന്തിൽ 37 റൺസ്, 4 ബൗണ്ടറിയും 2 സിക്സറും. പ്രോട്ടീസിനെതിരെ ഇമ്മാതിരി റെക്കോർഡുള്ള സഞ്ജുവിനെ പോലെ ഒരു താരത്തെ മാറ്റി നിർത്തിയാണ് ഈ പരീക്ഷണം എന്നതിലാണ് സങ്കടം. ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിലെ മാത്രം ഫോം ഔട്ട് കൊണ്ടാണ് ഈ പുറത്താക്കൽ എന്ന് പറയുമ്പോൾ ഇതിലും വലിയ ഫോം ഔട്ടിലും താരങ്ങളെ ബാക്ക് ചെയ്തിട്ടുള്ള ഇപ്പോഴും നിർലോഭം പിന്തുണക്കുന്ന ക്യാപ്റ്റനും മാനേജ്മെന്റിനും അത് പറയാനുള്ള അവകാശം ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഓഫ് സ്പിന്നിനെ നന്നായി കൈകാര്യം ചെയ്തിരുന്ന സഞ്ജു, എക്സ്ട്രീം പേസിൽ മികവ് കാണിച്ചിരുന്ന അഭിഷേക്, അസാധ്യ ഓപ്പണിംഗ് കോംബോയായ ഈ സഖ്യത്തെ പൊളിച്ച് BCCIയുടെ മാനസപുത്രൻ ശുഭ്മൻ ഗില്ലിനെ കൊണ്ടുവന്നതും പിന്നീട് ഗില്ലിനെ മാറ്റി സഞ്ജുവിന് വീണ്ടും അവസരം കൊടുക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രഷറുണ്ട്. അതിലാണ് ആ പരമ്പരയും അയാൾ കളിച്ചത്. സൂപ്പർ 8-ലെ 2-ാം മത്സരം മുതൽ സഞ്ജുവിന് അവസരം കിട്ടുകയാണെങ്കിൽ ഈ പ്രഷർ അദ്ദേഹത്തിനുണ്ടാകും. എങ്കിലും ഇൻഡിവിജ്വൽ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ നോക്കാതെ ആദ്യ പന്ത് മുതൽ സഞ്ജു അടിക്കും. നിലവിലെ ഇന്ത്യയുടെ മോശം സാഹചര്യത്തിലെങ്കിലും സഞ്ജുവിന് അവസരം കൊടുക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറാകണം. ബാറ്റിംഗ്, ബൗളിംഗ്, ഓൾറൗണ്ട് സ്കിൽ, എക്സ്പീരിയൻസ് എല്ലാം കൂടുതലുള്ള വൈസ് ക്യാപ്റ്റൻ കൂടിയായ അക്സർ പട്ടേലിനെ മാറ്റി വാഷിംഗ്ടൺ സുന്ദറിനെ ഇറക്കിയ തീരുമാനവും പുനർവിചിന്തനത്തിന് വെക്കട്ടെ. പ്രോട്ടീസിനോടേറ്റ തോൽവി എന്നതിനപ്പുറം ആ തോൽവിയുടെ വലിപ്പം ഇന്ത്യക്ക് വലിയ തലവേദന ആകുമെന്നുറപ്പാണ്. 76 റൺസിന്റെ തോൽവി ഇന്ത്യയെ തള്ളിവിട്ടത് മോശം നെറ്റ് റൺ റേറ്റിലേക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കണക്കിൽ കരുത്തരല്ലെങ്കിലും നിലവിൽ മിന്നും ഫോമിലുള്ള വിൻഡീസിനോടും സിംബാബ്വേയോടും വലിയ വിജയം തന്നെ സെമി കടക്കാൻ ഇന്ത്യക്ക് നേടേണ്ടി വരും.